നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർകോട്ടെ പാസ്പോർട്ട് സേവാകേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ 1 നടക്കും. സേവാകേന്ദ്രത്തിൽ ആദ്യ ട്രയൽ അപേക്ഷ സ്വീകരിച്ചു. നീലേശ്വരം നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ബജറ്റ് അവതരിപ്പിച്ചു. അന്തർദേശീയ നിലവാരത്തിലുള്ള സ്റ്റേഡിയവും ബസ് സ്റ്റാൻഡും നിർമ്മിക്കും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമഗ്ര ചരിത്രം തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ജില്ലാതല ശില്പശാല നടന്നു. ആവേശത്തിന്റെ പന്തൂരുളാൻ ഇനി 2 ദിനങ്ങൾ മാത്രം. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. നഗരത്തിൽ വിളംബര ജാഥ നടന്നു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വിമുക്തി ബോധവൽക്കരണ പരിപാടി. ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു. സഹപ്രവർത്തകന്റെ അനുസ്മരണ ദിനം സേവന ദിനമാക്കി പുഞ്ചാവി ചാമ്പ്യൻസ് ക്ലബ്ബ് പ്രവർത്തകർ. നഗരച്ചൂടിൽ വലയുന്നവർക്ക് കുടിവെള്ളം വിതരണം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി കോടമ്പേളൂർ പഞ്ചായത്ത് ബജറ്റ്. 105ഓളം കോളനി പ്രദേശങ്ങളെ മാതൃകാ ഗ്രാമങ്ങളാക്കും. തോയമ്മലിൽ സ്വകാര്യ കമ്പനി സ്ഥാപിക്കുന്ന മൊബൈൽ ടവറിനെതിരെ നാട്ടുകാർ. പ്രതിഷേധം ശക്തം. ടവർ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. വാർത്തകൾ വിശദമായി. കാസർകോട്ടെ ജനങ്ങളുടെ സ്വപ്നമായിരുന്ന പാസ്പോർട്ട് സേവാകേന്ദ്രം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവാകേന്ദ്രത്തിൽ ആദ്യ ട്രയൽ അപേക്ഷ സ്വീകരിച്ചു. പാസ്പോർട്ട് സേവാകേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ 1 പി കരുണാകരൻ MP നിർവഹിക്കും. അവഗണനയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന കാസർഗോഡിന് സമാധാനം പകർന്ന് പാസ്പോർട്ട് സേവാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. കാസർകോട്ടെ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഏപ്രിൽ 1 പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കും. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ട്രയൽ അപേക്ഷ സ്വീകരണം നടന്നു. അപേക്ഷയ്ക്കായുള്ള ടോക്കൺ വിതരണവും ആരംഭിച്ചു. 4 ജീവനക്കാരെയാണ് നിയമിച്ചിട്ടുള്ളത്. പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷകളും പുതുക്കാനുള്ള അപേക്ഷകളുമാണ് സ്വീകരിക്കുന്നത്. ദിവസേന 50 അപേക്ഷകളാണ് സ്വീകരിക്കുക. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഏപ്രിൽ 1 പി കരുണാകരൻ MP നിർവഹിക്കും. കാസർകോട്ട് കൊല്ലപ്പെട്ട മദ്രസാധ്യാപകന്റെ വീട്ടിൽ സ്നേഹസാന്ത്വനവുമായി പി കരുണാകരൻ MP എത്തി. റിയാസിന്റെ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കാസർകോട്ടെത്തുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MP പറഞ്ഞു. കാസർഗോഡ് ചൂരിയിൽ കൊല്ലപ്പെട്ട മദ്രസാധ്യാപകൻ മുഹമ്മദ് റിയാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ബാക്കി നിൽക്കെയാണ് ആശ്വാസം പകർന്ന് പി കരുണാകരൻ MP റിയാസിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. മുഹമ്മദ് റിയാസിന്റെ ആസാദ് നഗറിലെ കൊച്ചുകൂരയിൽ MP എത്തിയപ്പോൾ റിയാസിന്റെ ഭാര്യാപിതാവ് ഇബ്രാഹിമും റിയാസിന്റെ പിതാവ് സുലൈമാനും ഉപ്പ മരിച്ചതറിയാതെ ഓടിക്കളിക്കുന്ന മകൾ ഫാത്തിമ ഷബീബയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആസാദ് നഗറിലെ കോളനിയിൽ 5 സെന്റിലെ കൂരയിലാണ് റിയാസിന്റെ ഭാര്യയും മകളും കൂലിപ്പണിക്കാരനായ ഉപ്പയും ഉമ്മയും അടക്കമുള്ള കുടുംബം കഴിയുന്നത്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥയും റിയാസിന്റെ ഭാര്യയ്ക്കും മകൾക്കും സർക്കാർ സംരക്ഷണം നൽകണമെന്ന ആവശ്യവും കാസർകോട്ടെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MP അറിയിച്ചു. ഇതിനിടെയാണ് റിയാസ് മൗലവിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. റിയാസിന്റെ സ്വദേശമായ ആസാദ് നഗറിലാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ശാഖകളിൽ നിന്ന് പിരിച്ചെടുത്ത തുക ഉപയോഗിച്ച് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകുന്നത്. മൗലവിയുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളുമായും ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരുമായും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വീടും സ്ഥലവും നൽകാൻ തീരുമാനമായത്. റിയാസിന്റെ വീടും ഖബറിടവും സന്ദർശിച്ച MPക്കൊപ്പം HA ഹംസ, M അബ്ദുള്ള ഫൈസി, അബ്ദുൽ സമദ് സുഹാരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നീലേശ്വരം നഗരസഭയുടെ ബജറ്റ്. സ്റ്റേഡിയവും ബസ് സ്റ്റാൻഡും നിർമ്മിക്കും. നഗരസഭയ്ക്ക് ഓഫീസ് സമുച്ചയം നിർമ്മിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നീലേശ്വരത്തിന്റെ സർവ്വമേഖലയിലെയും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് നീലേശ്വരം നഗരസഭയുടെ 2017-2018 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. അനക്സ് ഹാളിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ വി ഗൌരിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 15 ലക്ഷം രൂപ ചെലവഴിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് തുടക്കം കുറിച്ചുവെന്നും നഗരസഭയുടെ നേട്ടം തന്നെയാണ്.
കാർഷിക മേഖലയിൽ പ്രത്യേക ഊന്നൽ നൽകി വിവിധ പദ്ധതികൾ കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർഷകർക്ക് ആവശ്യമായ മണ്ണിൽ വിത്ത്, ഇഞ്ചി, ചേന എന്നിവ നൽകുവാനും നെൽകൃഷിയുടെ പ്രോത്സാഹനത്തിന് ട്രാക്ടർ വാങ്ങുവാനും കഴിഞ്ഞത് എടുത്തു പറയേണ്ട നേട്ടമാണ്. കാർഷിക മേഖല ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം ആവശ്യമായ തൊഴിലാളികളുടെ കുറവ്, കൃഷിയിടം തരിശിടൽ എന്നിവയാണ്. ഈ മേഖലയിൽ നഗരസഭയുടെ ക്രിയാത്മകമായ ശ്രദ്ധ കൂടുതലായി വേണ്ടിയിരിക്കുന്നു. തെരുവുനായ്ക്കളെ വന്ധീകരിക്കുന്ന ABC പ്രോഗ്രാം ഏതായാലും നാളുകൾക്കുള്ളിൽ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പശ്ചാത്തല മേഖലയിൽ 2016-17 അനുവദിച്ച ഫണ്ടിൽ 80% ഇപ്പോൾ തന്നെ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. 45,23,17,674 രൂപ വരവും 43,65,55,500 രൂപ ചെലവും 1,57,62,174 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. നഗരസഭയ്ക്ക് സ്വന്തമായി കേരളീയ മാതൃകയിൽ ഗ്രീൻ ടെക്നോളജി ഉപയോഗിച്ച് ഓഫീസ് സമുച്ചയം നിർമ്മിക്കുന്നതിനായി 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. EMSന്റെ നാമധേയത്തിൽ സ്റ്റേഡിയം നിർമ്മാണത്തിനായി 25 ലക്ഷം, ആധുനിക രീതിയിലുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 50 ലക്ഷം, പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിനായി 50 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ചിറപ്പുറത്ത് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി 15 ലക്ഷം നീക്കിവച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന രാജാ റോഡിന്റെ വികസന അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 40 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 25 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. അഴിത്തല ടൂറിസം പദ്ധതിക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചു. ടൗണിൽ പാർക്കിംഗ് പ്ലാസ നിർമ്മാണത്തിനായി 2 ലക്ഷം, സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗൻവാടികൾക്ക് കെട്ടിട നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കോട്ടപ്പുറം ടൂറിസം വികസനത്തിനായി 10 ലക്ഷം, പ്രവാസികളുടെ പുനരധിവാസത്തിനായി 10 ലക്ഷം, ടൗണുകളിൽ വേണ്ട സംവിധാനത്തിനായി 1 ലക്ഷം തുടങ്ങിയവയാണ് മറ്റ് പ്രധാന പദ്ധതികൾ. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബജറ്റിന്റെ അവതരണം തടസ്സപ്പെടുത്താനും ഇറങ്ങിപ്പോക്കും നടത്തിയ പ്രതിപക്ഷത്തിന്റെ നടപടി ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമഗ്ര ചരിത്രം തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ജില്ലാതല ശില്പശാല കാഞ്ഞങ്ങാട് നടന്നു. അത് വായിച്ചെടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്നുണ്ടാ എന്ന് തോന്നാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങൾ ഇതിൽ പങ്കെടുത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പങ്കെടുത്തവരുടെ മക്കളുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് ഈ കാര്യത്തിൽ മുഴുവൻ ഗ്രഹിക്കാനുള്ള ഒരു സന്നദ്ധതയും കൂടി ഉണ്ടാവുകയുണ്ടെങ്കിൽ എങ്ങനെയാണ് പാർട്ടി ഉണ്ടായത് എന്നുള്ളത്, പാർട്ടി ഉണ്ടാവാനുണ്ടായ വളരെ സൂക്ഷ്മതലത്തിലുള്ള ഒരു ആശയവും കൂടി നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. ആ തരത്തിൽ ഇത് ആഴത്തേക്ക് കയറി കഴിഞ്ഞ് ചെഴിഞ്ഞെടുത്ത് എടുക്കേണ്ട ഒരു ചരിത്രമായിട്ട് മാറേണ്ടതെങ്കിൽ മാത്രമേ അതിനൊരു എന്താ പറയുക ഒരു വിപ്ലവത്തിന്റെ ഒരു തീ ഉണ്ടാവുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമഗ്ര ചരിത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നടന്ന ശില്പശാല കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം V ശിവദാസൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിമാർ, ഏരിയാതല ചരിത്രരചന സമിതി ചെയർമാൻമാർ, കൺവീനർമാർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. KP സതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ VPP മുസ്തഫ സംസാരിച്ചു. ഡോക്ടർ PK ആനന്ദി ക്ലാസ് എടുത്തു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 1 മുതൽ 15 വരെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന മത്സരത്തിൽ ദേശീയ അന്തർദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്കായി ജേഴ്സി അണിയും. ടൂർണമെന്റിന് മുന്നോടിയായി നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഏപ്രിൽ 1 മുതൽ 15 വരെ തീയതികളിലായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. സംഘാടനത്തിലൂടെ ലഭിക്കുന്ന ഫണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കാനാണ് തീരുമാനം. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തും. സോക്കർ ഷൊർണൂർ, അൽഫലാഫ്, FC, ഹിറ്റാച്ചി തൃക്കരിപ്പൂർ, കാംഫ്രി ഷൂട്ടേഴ്സ് തുടങ്ങി പ്രമുഖ ടീമുകൾ മത്സരിക്കാനെത്തുന്നുണ്ട്. നഗരത്തെ ആവേശത്തിലാഴ്ത്തി വിളംബര ഘോഷയാത്ര നടന്നു. സംഘാടക സമിതി ഭാരവാഹികളായ VV രമേശൻ, M പൊക്ലൻ, PK നിഷാന്ത്, ശിവജി വെള്ളിക്കോത്ത്, MK വിനോദ് കുമാർ, രതീഷ് നെല്ലിക്കാട്ട് തുടങ്ങിയവർ വിളംബര ഘോഷയാത്രയ്ക്ക് നേതൃത്വമേകി. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വർജന മിഷന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി.
ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൗമാരപ്രായക്കാർക്കിടയിലെ ലഹരി ഉപയോഗ സാധ്യതകളെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ലഹരി വർജ്ജന മിഷൻ നടപ്പിലാക്കുന്നത്. ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ വസ്തുർക്ക് CI CK സുനിൽകുമാർ ക്ലാസ് എടുത്തു. നിയമസഹായവും മറ്റ് സഹായങ്ങളും നൽകിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അവരുടെ പൊതുസമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. അതിന് പോലീസിന്റെ ഒരു പ്രാതിനിധ്യം കൂടി അതിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റ് സന്നദ്ധ സംഘടനകളും മറ്റ് നിയമ സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ആ തണൽ എന്ന പദ്ധതി ഒരു വമ്പിച്ച വിജയമാക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരും സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സുവിധ സഹായ സഹകരണങ്ങളും കൂടി ഈ അവസരത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീട്ടിലല്ല, ആ സ്വന്തം വീട്ടിൽ നമ്മൾ പറയണം. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ അമ്മാവന്മാർ, നമ്മുടെ സഹോദരന്മാർ, അവരോടല്ല, അവർ ഒരാളെങ്കിലും നമുക്ക് നേരായിട്ട് വരും. ആ നിലയിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അറിയാതെ അപകടത്തിൽ പോയിക്കൊടുക്കുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ, നന്നായി ക്ലാസ്സിൽ 1ാം സ്ഥാനമായിരിക്കും. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ ഈ പൊട്ടുപോയി, ആ കുട്ടിയുടെ ഭാവി പോയി. സമൂഹത്തിൽ എവിടെ എത്തേണ്ട ആളായിരിക്കും, ഏതെല്ലാം മേഖലയിൽ എത്തപ്പെടേണ്ട ആളായിരിക്കും. പക്ഷേ മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ. വാർഡ് കൗൺസിലർ K ലത അധ്യക്ഷയായി. അഡ്വക്കേറ്റ് വേണുഗോപാൽ, KR മധുസൂദനൻ, M വസന്തൻ, K ബാലകൃഷ്ണൻ, P വത്സരാജ്, P വിനയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. 105ഓളം കോളനികളെ മാതൃകാ ഗ്രാമങ്ങളാക്കാൻ കോടോംവേളൂർ പഞ്ചായത്ത് ബജറ്റിൽ പദ്ധതി വകയിരുത്തി. ബജറ്റ് അവതരണം നടന്നു. പട്ടികജാതി പട്ടികവർഗ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കോടോംവേളൂർ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ 105ഓളം കോളനികളെ മാതൃകാ ഗ്രാമങ്ങളാക്കാൻ തീരുമാനം. പ്രവർത്തനങ്ങൾക്കായി 1,50,00,000 രൂപ വകയിരുത്തി. പഞ്ചായത്തിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും ആദിവാസി പഠന കേന്ദ്രവും തുടങ്ങും. മുഴുവൻ വാർഡുകളും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ശ്രമങ്ങളും നടത്തും. അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാരത്തിന് 30 ലക്ഷം രൂപയും മാറ്റിവെച്ചു. സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് 10,78,36,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 25,58,09,308 രൂപ വരവും 24,63,68,500 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PL ഉഷ ബജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് C കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. വേനൽ ചൂടിൽ യാത്രികർക്ക് ദാഹജലം നൽകി പുഞ്ചാവി ചാമ്പ്യൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകർ. അകാലത്തിൽ വേർപിരിഞ്ഞ സഹപ്രവർത്തകൻ ജാബിറിന്റെ സ്മരണ പുതുക്കാൻ സേവന ദിനമായി ആചരിക്കുകയായിരുന്നു. അകാലത്തിൽ പിരിഞ്ഞ പ്രിയ കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ ജാബിറിന്റെ സ്മരണ പുതുക്കാനാണ് പുഞ്ചാവി ചാമ്പ്യൻസ് ക്ലബ്ബ് പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. പതിവ് അനുസ്മരണ ചടങ്ങുകൾക്കും അപ്പുറം ജാബിറിന്റെ ഓർമ്മ പുതുക്കാൻ സേവന ദിനമായി ആചരിക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് ടൗണിലെത്തിയ യാത്രക്കാർക്ക് മോരും വെള്ളം നൽകിയാണ് അവർ ജാബിറിനെ ഓർമ്മിച്ചത്. വിദേശത്ത് വെച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ജാബിർ മരണപ്പെട്ടത്. വർഷങ്ങളായി നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി ചാമ്പ്യൻസ് ക്ലബ്ബ് നാടിന് മാതൃകയായി തീർന്നിട്ടുണ്ട്. പുഞ്ചാവിയിലെ നീണ്ട 10 വർഷത്തോളമായി സാമൂഹിക, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ വളരെയധികം നല്ല സുദീർഘമായ ഒരു സേവനമനുഷ്ഠിക്കുന്ന ചാമ്പ്യൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ആ ക്ലബ്ബിൽ ദീർഘകാലം പ്രവർത്തിച്ച നമ്മുടെ ജാബിർ എന്ന് പറയുന്ന നമ്മുടെ ക്ലബിൻ്റെ അദരണീയനായ ഒരു സാരഥി കൂടിയായ ജാബിർ നമ്മുടെ ജാബിറിൻ്റെ നാമധേയത്തിൽ നമ്മുടെ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ്. ഈ വെള്ളം വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും നല്ല കാഞ്ഞങ്ങാടിൻ്റെ ഈ കടലോര മേഖലയിൽ തന്നെ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും നോക്കാതെ തന്നെ ഏറ്റവും നല്ല എല്ലാ മേഖലകളിലും ചാരിറ്റി പ്രവർത്തനമായാലും മറ്റുള്ള എല്ലാ മേഖലകളിലും നല്ല ഒരു സേവനം അനുഷ്ഠിക്കുന്ന ഒരു ക്ലബ്ബാണ് ചാമ്പ്യൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ്. മനുഷ്യാവകാശ പ്രവർത്തകർ സലാം പുഞ്ചാവി ദാഹജല വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് നാദർ മൗലവി, അറഫാത്ത്, റബിയാത്ത്, റാഷിദ്, സാദിർ, ആഷിഖ് റഹ്മാൻ, ഫിറോസ്, മഹ്മൂദ് എന്നിവർ നേതൃത്വം നൽകി. പെരിയ സാമൂഹ്യ ആരോഗ്യകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുല്ലൂർ AKG സ്മാരക ഗ്രന്ഥാലയവുമായി സഹകരിച്ച് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മരുന്ന് വിതരണവും നടന്നു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പെരിയ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമതലത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. പുല്ലൂർ AKG സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇപ്പോ ഗർഭിണി ആയത് മുതൽ എല്ലാവർക്കും റെസ്റ്റാണ്. അതുകൊണ്ട് വരുന്നതാണെന്ന് നമുക്കറിയില്ല, കാരണം എന്താണെന്ന് അറിയില്ല.
ഇപ്പോൾ ഗർഭിണികളിലും കുട്ടികളിലും അടക്കം ഈ ഷുഗറിൻ്റെയൊക്കെ കൂടുതൽ കണ്ടുവരുന്നു. അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കുറേയധികം നമുക്ക് അതിൻ്റെ പരിശീലനങ്ങളും ക്ലാസ്സും ഒക്കെ കിട്ടാറുണ്ട്. എങ്കിലും നമ്മൾ പിന്നെയും അതിലേക്ക് അത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് ഷുഗർ, പ്രഷർ, അതുപോലെ കൊളസ്ട്രോൾ എന്നിവയൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. കുറേ കൊളസ്ട്രോളൊന്നും കുറച്ചുകൂടി നമ്മൾ പാരമ്പര്യമായി വരുന്ന അസുഖമാണെന്നും പറയുന്നു. അതൊക്കെ നമ്മുടെ ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ അതിൻ്റെ ക്യാമ്പാണ് എന്താണ് അതിന് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ക്ലബ്ബ് സെക്രട്ടറി ബിജു അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ബിന്ദു, CPM ഏരിയ കമ്മിറ്റി അംഗം TV കരിയൻ, CPM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി MV നാരായണൻ, മെഡിക്കൽ ഓഫീസർ രാജ്മോഹൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ M കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തോയമ്മലിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്കും ജയിലിനും പിറകുവശത്തായി സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. ബുധനാഴ്ച രാവിലെ മൊബൈൽ ടവർ സ്ഥാപിക്കാനെത്തിയ കമ്പനി പ്രതിനിധികളെ നാട്ടുകാർ തടഞ്ഞു. ക്ഷേത്രവും പള്ളിയും കുടികൊള്ളുന്ന തോയമലിൽ നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ലക്ഷ്മി നഗറിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ടവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാരിസ്ഥിതിക പ്രശ്നവും ആരോഗ്യ പ്രശ്നവും സൃഷ്ടിക്കുന്നതിനാലാണ് ടവർ വരുന്നത് തടയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനിടയ്ക്ക് CI ഓഫീസിൽ വിളിച്ചൊരു യോഗത്തിൽ വെച്ചിട്ട് 25-നകം നിയമപരമായ ഇത് സ്റ്റേ ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ ആരംഭിക്കാൻ ആവശ്യമായ നടപടി ചെയ്യേണ്ടി വരും. അതിന് പോലീസിന് സഹായം അവർ കൊടുക്കേണ്ടി വരും. കോടതി അവർക്ക് അനുകൂലമായ വിധി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് 25 കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആരുടെയും അനുവാദമില്ലാതെ ഒരു 10 മീറ്റർ തൊട്ടടുത്തുള്ള വീട്ടുകാരോട് പോലും അനുവാദമില്ലാതെയാണ് ഇവർ ടവർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി കുഴിയെടുക്കാൻ വന്നത്. അതുപോലെ തന്നെ ഈ പരിസരവാസികളെയൊക്കെ നിരന്തരം കണ്ട് പ്രലോഭനം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് തന്നെ ചെയ്യും, നിങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്ന രൂപത്തിലൊരു സംസാരമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ ഒരു കാരണവശാലും ഈ ടവറിലൂടെ വരാൻ അനുവദിക്കില്ല. ഇന്ന് തന്നെ ഒരു 19 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് റോഡിൽ കുത്തിയിരുന്ന് അവരെ വണ്ടി തടയാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, പവിത്രൻ തോയമ്മൽ, അസീസ്, മുഹമ്മദ് കുഞ്ഞിഹാജി, റഫീഖ്, ഖദീജുമ്മ, സുഹ്റ, നാരായണി, സന്തോഷ് തുടങ്ങിയ നേതൃത്വത്തിലാണ് ടവർ നിർമ്മാണം തടഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ജില്ലയിലെ പല പ്രദേശങ്ങളിലും ടവർ സ്ഥാപിക്കുന്നതിനെതിരെ ജനങ്ങൾ രംഗത്ത് വരാറുണ്ട്. അതേസമയം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ടവറിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതെന്ന് ഉടമകൾ പറഞ്ഞു. ബേഡടുക്ക ന്യൂ LP സ്കൂളിൽ പച്ചക്കറി സമൃദ്ധം. കുരുന്ന് കൈകളാൽ ഇറക്കിയ പച്ചക്കറി കൃഷി വൻ വിജയം. ബേഡടുക്ക ന്യൂ LP സ്കൂളിലെ PTA-യും മദർ PTA-യും ഒത്തുചേർന്ന് കുട്ടികൾക്ക് സഹായവുമായി എത്തി. തികച്ചും ജൈവരീതിയിൽ മെച്ചപ്പെട്ട രീതിയിലാണ് പച്ചക്കറി കൃഷി ഇറക്കുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ പൂർണ്ണമായും കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി നൽകുകയാണ് ചെയ്യുന്നത്. മധു മാസ്റ്റർ, PTA പ്രസിഡന്റ് രാഘവൻ, AST കൺവീനർ അബ്ബാസ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകുന്നത്. ഞങ്ങൾ അതിനെ വളം ചേർത്ത് നല്ല രൂപത്തിൽ കൃഷി ചെയ്ത് 2-3 വർഷമായി ഇപ്പോൾ ഈ സ്ഥലം നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ PTA കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ SSG-യുടെയും പിന്നെ അതിലുപരി മാഷന്മാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ കൃഷി നടത്തിയത്. പച്ചക്കറി വിളവെടുപ്പ് ഉദുമ MLA K കുഞ്ഞിരാമൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് C രാമചന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P രവീന്ദ്രനാഥ റാവു, SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർ K രവിവർമ്മൻ, BPO PK ജയരാജൻ എന്നിവർ പച്ചക്കറി കൃഷിത്തോട്ടം സന്ദർശിച്ചു. മീന പീസ് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കും. ഏപ്രിൽ 2 നടക്കുന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മീന പീസ് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമവും സാംസ്കാരിക സമ്മേളനവും ഏപ്രിൽ 2 വൈകിട്ട് 4 മണിക്ക് നടക്കും. ചികിത്സാ സഹായ ഫണ്ട് വിതരണവും നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ VV രമേശൻ ചികിത്സാ സഹായ ഫണ്ട് കൈമാറും. വളരെ പാവപ്പെട്ട വിവാഹ പ്രായം കഴിഞ്ഞിട്ടും അതിന് സാക്ഷാത്കാരം എത്താൻ പറ്റാത്ത പെൺകുട്ടികളെ അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണം നൽകിക്കൊണ്ട് പ്രവാസി കൂട്ടായ്മ ഇപ്പോൾ തന്നെ ഒരുപാട് വിവാഹങ്ങൾ ആ പ്രദേശത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചികിത്സാ സഹായങ്ങൾ. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ആ തീരദേശ മേഖല ഉണ്ടായപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും എടുത്ത പൈസ കൊണ്ടാണ് പല രീതിയിലും നമ്മൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചികിത്സാ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാക്കുക എന്നുള്ള പദ്ധതിയുമായിട്ട് പ്രവാസി കൂട്ടായ്മ മുന്നോട്ട് പോകും. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ പ്രവാസി കൂട്ടായ്മയുടെ ആദ്യത്തെ ഒരു പബ്ലിക് പ്രോഗ്രാമാണ്
ഏപ്രിൽ 2-ാം തീയതി മീനാക്ഷി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്നു. സംയുക്ത ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ചടങ്ങിൽ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ MP ജാഫർ, KT അബ്ദുൾ റഹ്മാൻ ഹാജി, A കുഞ്ഞബ്ദുള്ള, KK ജാഫർ, PK മുഹമ്മദ് കുഞ്ഞി, നൌഷാദ് ഹദ്ദാദ് എന്നിവർ പങ്കെടുത്തു. സാരഥി UAE കമ്മിറ്റിയുടെ 14ാം വാർഷികാഘോഷം UAEയിൽ നടന്ന നറുക്കെടുപ്പിൽ 2ാം സ്ഥാനം സൂരജ് മാടിക്കാലിന്. സാരഥി UAE കമ്മിറ്റിയുടെ 14ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി UAEയിലാണ് നറുക്കെടുപ്പ് നടന്നത്. 2ാം സ്ഥാനം നേടിയ പുല്ലൂർ പെരളം മാടിക്കാലിലെ സൂരജിന് എയർ കണ്ടീഷണർ സമ്മാനമായി ലഭിച്ചു. എയർ കണ്ടീഷണർ സൂരജിന്റെ വീട്ടിലെത്തിയാണ് സാരഥി UAEയുടെ ഭാരവാഹികൾ കൈമാറിയത്. സാരഥി UAE ജനറൽ സെക്രട്ടറി KV ജനാർദ്ദനനാണ് സമ്മാനം കൈമാറിയത്. യാദവ് സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് യാദവ് മുഖ്യാതിഥിയായിരുന്നു. ബാബു കുന്നത്ത്, ബാലൻ ഒയക്കട എന്നിവർ സംബന്ധിച്ചു. വിദേശത്തു നിന്നും സമ്മാനം നേടിയവർക്ക് അവരുടെ വീടുകളിലേക്ക് സമ്മാനം എത്തിച്ചു കൊടുക്കുന്നത് ആദ്യമാണെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ നീലേശ്വരത്ത് നടന്നു. പാർട്ടിയുടെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് VV രാജൻ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിലാണ് BJP തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ നടന്നത്. BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് VV രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല ഹിന്ദി ഭൂമികയിൽ മാത്രമല്ല എല്ലാ പ്രദേശത്തും വ്യാപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു. ആളുകളൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഇന്ന് BJPയെ കാണുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നത്. ഒരു സ്വാധീനവുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത മണിപ്പൂരിൽ പോലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിക്ക്, ഒരു സീറ്റില്ലാതെ ഇരുന്ന മണിപ്പൂരിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഒരു പാർട്ടിക്ക് കഴിയുക എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. മണ്ഡലം പ്രസിഡന്റ് M ഭാസ്കരൻ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത്, നേതാക്കളായ A വേലായുധൻ, വളാൽ കുഞ്ഞിക്കണ്ണൻ, കൂവൽ ദാമോദരൻ, T കുഞ്ഞിരാമൻ, AP ഹരീഷ് എന്നിവർ സംസാരിച്ചു. വെങ്ങാട്ട് കുഞ്ഞിരാമൻ സ്വാഗതവും PV വിജയകുമാർ നന്ദിയും പറഞ്ഞു. സംയോജിത ശിശു സംരക്ഷണ പദ്ധതികളുടെ പ്രവർത്തനം ജില്ലയിൽ സജീവമാകുന്നു. സർക്കാരിന്റെ വിവിധ ശിശു സംരക്ഷണ പദ്ധതികളും സംവിധാനങ്ങളും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള ബ്ലോക്ക് തല പരിശീലനം പടുവളത്ത് നടന്നു. കാസർഗോഡ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, നീലേശ്വരം ബ്ലോക്ക് തല ശിശു സംരക്ഷണ കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് ഏകദിന ബ്ലോക്ക് തല പരിശീലന പരിപാടി നടത്തിയത്. പടുവളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് DYSP K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭർത്താക്കന്മാരെയും നമ്മളെ ആൺമക്കളെയും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെയൊക്കെ നമുക്ക് വളരെ ഭയങ്കരമായിട്ട് വിശ്വാസമാണ്, അന്ധമായ വിശ്വാസമാണ്. ആ വിശ്വാസങ്ങൾ പല സ്ഥലത്തും തകർന്നിരിക്കുന്നു. അതാണ് അച്ഛനെ അമ്മ 100% മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ വലിയ അപായങ്ങളുണ്ട്. ഒരുപാട് അച്ഛന്മാര് മക്കളെ, ചെറിയ മക്കളെ പീഡിപ്പിച്ച കഥകൾ ഒരുപാട് കൂടിയുണ്ട്. അതൊക്കെ അച്ഛനെ മാത്രം കുറ്റപ്പെടുത്തിയ ഒരു കാര്യമില്ല. അതിന് ഒന്നാം പ്രതി അമ്മയാണ്. അമ്മക്ക് അച്ഛനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ അമ്മ പരാജയപ്പെടുന്നു. അതാണ് അവിടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള അമ്മയുടെ പ്രാഥമികമായ. വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അധ്യക്ഷനായി. TV ശ്രീധരൻ മാസ്റ്റർ, PC ഫൗസിയ, P കുഞ്ഞിരാമൻ, പ്രവത പീറ്റർ, A കൃഷ്ണൻ, PV ലതിക എന്നിവർ സംസാരിച്ചു. PK കുഞ്ഞിരാമൻ, കൂക്കാനം റഹ്മാൻ, K ഷുഹൈബ് എന്നിവർ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ടെ പാസ്പോർട്ട് സേവാകേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ 1 നടക്കും. സേവാകേന്ദ്രത്തിൽ ആദ്യ ട്രയൽ അപേക്ഷ സ്വീകരിച്ചു. നീലേശ്വരം നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ബജറ്റ് അവതരിപ്പിച്ചു. അന്തർദേശീയ നിലവാരത്തിലുള്ള സ്റ്റേഡിയവും ബസ് സ്റ്റാൻഡും നിർമ്മിക്കും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമഗ്ര ചരിത്രം തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ജില്ലാതല ശില്പശാല നടന്നു. ആവേശത്തിന്റെ പന്തുരുളാൻ ഇനി 2 ദിനങ്ങൾ മാത്രം. DYFI സംഘടിപ്പിക്കുന്ന K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. നഗരത്തിൽ വിളംബര ജാഥ നടന്നു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വിമുക്തി ബോധവൽക്കരണ പരിപാടി. ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു. സഹപ്രവർത്തകന്റെ അനുസ്മരണ ദിനം സേവന ദിനമാക്കി പുഞ്ചാവി ചാമ്പ്യൻസ് ക്ലബ്ബ് പ്രവർത്തകർ. നഗരച്ചൂടിൽ വലയുന്നവർക്ക് കുടിവെള്ളം വിതരണം ചെയ്തു.
പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി കോടമ്പേളൂർ പഞ്ചായത്ത് ബജറ്റിൽ 105ഓളം കോളനി പ്രദേശങ്ങളെ മാതൃകാ ഗ്രാമങ്ങളാക്കും. തോയമ്മലിൽ സ്വകാര്യ കമ്പനി സ്ഥാപിക്കുന്ന മൊബൈൽ ടവറിനെതിരെ നാട്ടുകാർ. പ്രതിഷേധം ശക്തം. ടവർ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.